ഗുരുവായൂർ ഞാൻ മാസത്തിലൊരു തവണ വരാറുണ്ട്. ഏതാനും വരും മാസത്തിലൊരു തവണ. ഭഗവാനോട് അത്രയ്ക്ക് ഭക്തിയാണോ? ഭഗവാനല്ലാതെ നമുക്ക് ആരുമില്ലല്ലോ. ഒന്ന് കാലത്ത് 8:30 വന്നതാണ്. 11:30 കണ്ടിട്ട് പോകും. കഴിഞ്ഞ പ്രാവശ്യം ഇവിടെ വന്ന സമയത്ത് ഞങ്ങൾ ഒരു ഓട്ടോ ഡ്രൈവറാണ് എല്ലാ സ്ഥലത്തും കൊണ്ടുപോയത്. പിന്നെ രാത്രി ഞങ്ങൾ പിന്നെ നോക്കുമ്പോൾ അയാളെ കാണുന്നില്ല. അപ്പം എന്തോ ഒരു കൃഷ്ണനായിട്ട് ഞങ്ങളെ വന്ന് എല്ലാം കാണിച്ചു തന്ന്. പിന്നെ നമ്മൾ ഒരു രൂപ പോലും ഇല്ലാതെ വന്നാലും ഭഗവാന്റെ മുമ്പ് മനസ്സ് നിറഞ്ഞ് നമുക്ക് ഒരു രൂപയ്ക്ക് പോലും ഒരു ആവശ്യം വരില്ല. അത്രയ്ക്കും ഭഗവാൻ എല്ലാം കൊണ്ട് നിറച്ചു തരും. ഭഗവാനില്ലാണ്ട് ഒന്നുമില്ല, ലോകം ഇല്ല എന്നുള്ള പറയും. ഏറ്റവും വലിയൊരു പല കാര്യങ്ങൾക്കും പല അനുഭവത്തിലും ഭഗവാൻ കൂടെയുണ്ട് എന്നുള്ള നല്ല നല്ല പൂർണ്ണ വിശ്വാസം. അഷ്ടമി രോഹിണി ദിനത്തിൽ ഗുരുവായൂരിലേക്ക് ഭക്തരുടെ അനിയന്ത്രിതമായൊരു ഒഴുക്ക് തന്നെയാണ് കാണാൻ കഴിയുന്നത്. എന്തായാലും ക്യൂ ഇങ്ങനെ നീണ്ടു കിടക്കുകയാണ്. മണിക്കൂറുകളോളം എല്ലാവരും കാത്തു നിൽക്കുകയാണ്. എന്താണ് ഇവർ ഇത്രയും ആകാംക്ഷയോടെ കാത്തു നിൽക്കുന്നത്? ഭഗവാനോടുള്ള ഇഷ്ടം എങ്ങനെയാണ്? എവിടെ നിന്നാണ് അച്ഛാ വരുന്നത്? എത്ര നേരമായിട്ട് നിൽക്കുന്നു? നടക്കാനൊന്നും പറ്റുന്നില്ല. നടക്കാൻ വയ്യല്ലോ. നിൽക്കാൻ പറ്റില്ല, കൂടുതൽ നേരം ഇരിക്കുന്ന. എന്താണ് ഭഗവാനോട് ഇത്ര സ്നേഹം? എനിക്ക് ദൈവത്തിനോട് കുറെ കാലം തൊട്ടേ പരിചയ. ഞാൻ ജോലി ഓടിക്കുന്ന ആളാ. അപ്പൊ ഞാൻ പരിപാടിയൊക്കെ ഇട്ട് എൻ്റെ വീട്ടിൽ പുറത്തും കാര്യമൊക്കെ ഉണ്ട്. അങ്ങനെ വലിയ ഇതാ. ഞാൻ ഇപ്പൊ വരാൻ പറ്റില്ല എന്ന് കണക്കാക്കിയ. പിന്നെ കണക്കാക്കി അല്ല പറ്റും. ഒരു പ്രാവശ്യം കൂടി പറ്റിയെത്തി പോകുന്നു. എത്ര വയസ്സായി? വയസ്സ് 78. അതെ. ഭർത്താവും ഭാര്യയും തമ്മിൽ ഒരുപാട് സ്നേഹത്തിലാണോ? അതെ, കുഴപ്പമൊന്നുമില്ല. അതെ അതെ. എത്ര പ്രാവശ്യമായിട്ട് വരുന്നുണ്ട് ഗുരുവായൂരിൽ? ഗുരുവായൂർ ഞാൻ മാസത്തിലൊരു തവണ വരാറുണ്ട്. ഏതാനും വരും മാസത്തിലൊരു തവണ. എന്തെങ്കിലും സാഹചര്യം തെളിവ് വന്നാൽ വരാനും. ഭഗവാനോട് അത്രയ്ക്ക് ഭക്തിയാണോ? ഭഗവാനല്ലാതെ നമുക്ക് ആരുമില്ലല്ലോ. വിളിച്ചാ വിളിപ്പുറത്തെത്തുവോ? അതെ, തോന്നും. ഇങ്ങനെ വെളിച്ചാകുമ്പോ തോന്നും, പോണം തോന്നി അപ്പൊ ഞാൻ വരും. അതുകൊണ്ടാണ് ഈ മണിക്കൂറോളം കാത്തു നിൽക്കുന്നത്. അതെ, എല്ലാവരും വളരെ ഭക്തിയോടെ കാത്തു നിൽക്കുകയാണ്. ഭഗവാനെ ഒരു നോക്ക് കാണുവാനായിട്ട് ഈ തിരക്കുകളൊക്കെ വകവയ്ക്കാതെ കാത്തു നിൽക്കുകയാണ്. എപ്പോഴെങ്കിലും ദർശനം സൗഭാഗ്യം കിട്ടും എന്നാണ് കരുതുന്നത്. അതുകൊണ്ട് മാത്രമാണ് എല്ലാവരും ഈ ക്യൂവിൽ ഇങ്ങനെ വരിയായി നിൽക്കുന്നത്. എന്നാലും ചോദിക്കാം, ചേട്ടാ എവിടുന്നാ വരുന്നത്? വേങ്ങണ്ടിയൂർ. ഭഗവാനോട് എന്താണ് ഇത്ര ഭക്തി? ഭക്തിയുണ്ട്. ഭക്തി ഉള്ളിലാണ്. ഭക്തി കുറെ കാലമായിട്ടുള്ളതാണ്. മറക്കാനാവാത്തൊരു അനുഭവം പറയാമോ? മക്കളുടെ വിവാഹം ആഗ്രഹിച്ച സമയത്ത് നടന്നു. അത് വലിയൊരു തന്നെയാണ്. ഇവിടെ ഇപ്പൊ ഒന്ന് കാലത്ത് 8:30 വന്നതാണ്. 11:30 വെയിറ്റ് ചെയ്യാം, കണ്ടിട്ട് പോകും. എവിടുന്നാ വരുന്നത്? പുത്തൂര്, തൃശ്ശൂരാണ്. എന്താണ് കണ്ണനോട് അത്ര ഭക്തി സ്നേഹം? വെളിപ്പുറത്തുണ്ട്. എന്താണ് പറയാൻ പറ്റുന്നൊരു അനുഭവം? ഒരു എൻട്രൻസ് എക്സാം ഉണ്ടായിരുന്നു, അതില് കിട്ടി. സ്ഥിരമായിട്ട് വരുമോ? ഇല്ല, ഇത് ആദ്യമായിട്ടാ വരുന്നത്. നേരമായിട്ട് കാത്തു നിൽക്കുകയാണ്. കുറച്ചധികം നേരായി. എന്നാലും കുഴപ്പമില്ല, ദർശനം കഴിച്ചിട്ട് പോകും. കണ്ടിട്ടേ പോകുന്നുള്ളൂ. ഒരുപാട് അനുഭവങ്ങളാണ് പലർക്കും ഗുരുവായൂരിൽ എത്തുമ്പോൾ പറയാനുള്ളത്. അതുകൊണ്ട് തന്നെ ഭഗവാനെ ഒരു നോക്ക് കാണണം, കണ്ടിട്ടേ പോകൂ. ഇനി എത്ര വൈകിയാലും കുഴപ്പമില്ല എന്നാണ് പറയുന്നത്. അതുപോലെയാണ്. ചേട്ടാ എവിടുന്നാ വരുന്നത്? ഇരിഞ്ഞാലക്കുട മാപ്രാണോ. എന്താണ് കണ്ണനോട് ഇത്ര ഭക്തി സ്നേഹം? എല്ലാ വർഷവും വരാറുണ്ട്. അമ്മനോട് തന്നെ ഇതുള്ളത്. അനുഭവം എന്താണുള്ളത്? നല്ല അനുഭവമാണ്. കുഴപ്പമൊന്നുമില്ല. ദൈവം സഹായിച്ച് എല്ലാ കാര്യങ്ങളും ഭംഗിയായിട്ട് നടത്തി തരുന്നുണ്ട്. ഇവിടെ വന്ന് ഭഗവാനെ കാണാൻ എല്ലാവരും അതന്നെ. എല്ലാവർക്കും പറയാനുള്ളത് വിളിച്ചാൽ വെളിപ്പുറത്ത് എത്തും. അതുകൊണ്ട് തന്നെ എപ്പോഴും അദ്ദേഹത്തെ കാണുവാനായിട്ട് ഇവിടെ വരും എന്നാണ് പറയുന്നത്. ആ രീതിയിലാണ്. ആനയെ ഇങ്ങനെ കൊണ്ടുവരുന്നുണ്ട്. ആനയെ തൊടാനൊക്കെ ആളുകളിൽ ശ്രമിക്കും. ആനയുടെ പുറങ്കാല് കൊണ്ട് തട്ട് കെട്ടിക്കഴിഞ്ഞാൽ എല്ലാവരും പോകും. ആർക്കും ഇതിനെപ്പറ്റിയൊന്നും വലിയ ബോധമൊന്നുമില്ല. അതുകൊണ്ടാണ് ആളുകൾ ഈ ആനയെ കാണുമ്പോൾ തൊടാൻ നിൽക്കുന്നത്. ആന ഉപദ്രവിക്കാൻ വരികയാണെന്ന് വിചാരിച്ചിട്ട് കാല് വെച്ചൊരു തട്ട് കെട്ടി കഴിഞ്ഞാൽ എല്ലാം പോകും. അതൊന്നും ആളുകൾക്ക് പറഞ്ഞാൽ മനസ്സിലാകത്തില്ല. കൗതുകം കൊണ്ട് ആനയെ ഇങ്ങനെ തൊട്ട് നോക്കുന്നതാണ്.
അത് ഇത്രയും തിരക്കുള്ള സ്ഥലത്തൂടെ ആന പോകുമ്പോൾ ശ്രദ്ധിച്ച് നിൽക്കേണ്ടതാണ്. അത് ആളുകൾക്ക് അറിവില്ലാത്തതുകൊണ്ടാണ്. ചേട്ടാ എവിടെ നിന്നാണ് വരുന്നത്? ഞങ്ങൾ യൂണിവേഴ്സിറ്റി കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി. എന്താണ് എത്ര നേരമായി കാത്തേക്കുന്നത്? ഇവിടെ ഇപ്പോൾ ഒരു 2 മണിക്കൂറായി ലൈനിൽ കുടിയിട്ട്. എന്താണ് കണ്ണനോട് ഇത്ര ഭക്തി? ഞങ്ങൾ വരുന്നതാണ്, ഇടയ്ക്കിടയ്ക്ക് വരുന്നതാണ്. അപ്പം അങ്ങനെ വന്നു. നിങ്ങളൊക്കെ ഭയങ്കര കമ്പനിയാണ്. അങ്ങനെ വരുന്നതാണ്, അതുകൊണ്ട് കണ്ടു പോകുന്നത്. മറക്കാനാവാത്ത എന്തെങ്കിലും അനുഭവം ഉണ്ടോ? മറക്കാനാവാത്ത എന്തെങ്കിലും അനുഭവം ഉണ്ടോ? ഇല്ല, പ്രത്യേകിച്ചൊന്നും. ഞങ്ങൾ അങ്ങനെ വരുന്നതാണ്, സ്ഥിരമായിട്ട് വരുന്നുണ്ട്. അപ്പം അങ്ങനെ വന്നു. അനുഗ്രഹം എപ്പോഴും കിട്ടും. വരുന്നത് കൊള്ളാം. എവിടുന്നാ വരുന്നത്? എന്താണ് കണ്ണനോട് ഇത്ര ഭക്തി, സ്നേഹം? അങ്ങനെയാണ് ചെറുപ്പം മുതലേ കാണുന്നല്ലേ, അതുകൊണ്ടുള്ളൊരു എത്ര മണിക്കൂറായി കാത്തിരിക്കുന്നു? ഇപ്പൊ ഒരു 3 മണിക്കൂറിന്റെ ആകണോ, കണ്ടിട്ട് പോണുള്ളൂ. മറക്കാനാവാത്ത എന്തെങ്കിലും അനുഭവം ഉണ്ടോ ഇവിടെ വന്നിട്ട്? എനിക്ക് വിളിച്ചാലൊക്കെ ഇപ്പുറത്ത് കാണാറുണ്ട്. ഭഗവാനെ വിളിച്ച എല്ലാ കാര്യങ്ങളും സാധിക്കുന്നുണ്ട്. ഇനി സാധിക്കണം, വിശ്വാസമാണല്ലോ. അതെ, താങ്ക് യു. എന്താ, എവിടെയാണ് വീട്? കോഴിക്കോട്. കോഴിക്കോട് നിന്ന് ഇവിടെ എത്തിയത് എന്താണ് ഇത്ര ഭക്തി? ഈ ദിവസം ഭഗവാനെ കാണാൻ വേണ്ടിട്ട് ഭയങ്കര ഇഷ്ടമാണ്. സ്വപ്നത്തിലേക്ക് കാണാം. എന്ത് വിചാരിച്ചാലും ഭഗവാനെ വിളിച്ചാൽ മതി, അപ്പൊ സാധിക്കും. ഉറപ്പാണ്. എന്താണ് അങ്ങനെ നമുക്ക് പറയാൻ പറ്റുന്ന ഒരു അനുഭവം? കൊറേ അനുഭവം ഉണ്ട്. പെട്ടെന്ന് കഴിഞ്ഞ പ്രാവശ്യം ഇവിടെ വന്ന സമയത്ത് ഞങ്ങൾ ഒരു ഓട്ടോ ഡ്രൈവറാണ് എല്ലാ സ്ഥലത്തും കൊണ്ടുപോയത്. പിന്നെ രാത്രി ഞങ്ങൾ പിന്നെ നോക്കുമ്പോൾ അയാളെ കാണുന്നില്ല. ഞങ്ങൾ 3 പേരും തന്നെ വന്നതായിരുന്നു. അപ്പം എന്തോ ഒരു കൃഷ്ണനായിട്ട് ഞങ്ങളെ വന്ന് എല്ലാം കാണിച്ചു തന്ന് ഈ ഗുരുവായൂരിലുള്ള എല്ലാ അമ്പലങ്ങളിലും അങ്ങനെ കുറേ അനുഭവങ്ങൾ ഉണ്ടായി. ഇല്ല, പിന്നെ കണ്ടിട്ടില്ല. പിന്നെ ഞങ്ങൾ തിരഞ്ഞു നോക്കിയപ്പോൾ കണ്ടിട്ടില്ല. ഞാൻ ഇവരും ഉണ്ടായിരുന്നു കൂടെ. ഞങ്ങള് ഭഗവാന് തൊഴാൻ വന്നതാണ്. അപ്പം ഘോഷയാത്ര കണ്ടപ്പോൾ തന്നെ ഞങ്ങൾ കൂടുതൽ സന്തോഷമായി. ഓട്ടോക്കാരനെ കാണാനില്ലെന്ന് പറഞ്ഞത് ശരിയാണ്. ഓട്ടോക്കാരൻ ഇങ്ങനെ നിങ്ങളെ കൊണ്ട് കാണിച്ചു എന്നൊക്കെ. അത് ശരിയാണ്. അത് ഞങ്ങൾ കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോൾ ഞങ്ങൾക്ക് എവിടുന്നും അറിയില്ല, ഒരാൾ വന്നു, ഭഗവാൻ തന്നെയാണെന്നാ തോന്നണേ. ഞങ്ങളിവിടെ എല്ലായിടത്തും കൊണ്ടുപോയി കാണിച്ചു തന്നു. അപ്പം അത്രയും ഇഷ്ടമാണ് ഞങ്ങൾക്ക് ഇവിടെ വരാനും. പിന്നെ ഇവിടെ വന്നാൽ അത്രയും എന്തോ ഒരു മനസ്സമായാണ് കൂടുതൽ. അമ്മ എത്ര വർഷമായിട്ട് വരുന്നുണ്ട്? ഞാൻ കുറേ വർഷമായി വരലുണ്ട്. പിന്നെ കഴിഞ്ഞ വർഷം വന്നപ്പോൾ അവിടെ നിന്നിട്ട് ഒരു തിരുമേനി ഒരു ഭഗവാന്റെ ഒരു ഉടയാട എനിക്ക് തന്നെ. അതെനിക്ക് വലിയൊരു അനുഭവമാണ്. അത് വലിയൊരു അനുഭവമാണ്. ആ ഉടയാട ഞാൻ വീട്ടിലൊരു കൃഷ്ണനുണ്ട്, കൃഷ്ണനാണ് ഈച്ചിക്കും. 2 മണിക്ക് ഞങ്ങൾ അവിടുന്ന് പോകുന്നു സ്റ്റേറ്റ് ട്രാൻസ്പോർട്ടിൽ. ഇവിടെ എത്തുമ്പോൾ കുറേ വൈകി പോയി. ഭഗവാനെ കാണാൻ കഴിഞ്ഞില്ല. ഭഗവാനെ കാണാൻ വേണ്ടി കാത്തൊക്കെയാണ്. അതുകൊണ്ട് ഇനി എത്ര വൈകിയാലും കണ്ടിട്ടേ പോകത്തുള്ളൂ. ഭഗവാൻ എത്ര വൈകിയാലും കണ്ടിട്ടേ പോകുള്ളൂ. എന്താ പറ്റുക, അവർക്കൊക്കെ മറക്കാനാത്ത അനുഭവം എന്ന് പറയുമ്പോൾ ഒരു ഓട്ടോക്കാരൻ്റെ രൂപത്തിൽ കൃഷ്ണൻ വന്നു എന്നൊക്കെ പറയുന്നുണ്ട്. അത് അവരുടെ വിശ്വാസമാണ്. അത് ശരിയായിരിക്കാം, അതല്ലെങ്കിൽ അവരുടെ തോന്നലായിരിക്കാം. എന്തായാലും അത് അവരുടെ വിശ്വാസമാണ്. ആ വിശ്വാസത്തിൻ്റെ പുറത്താണ് വീണ്ടും ഗുരുവായൂരിലേക്ക് അവരെല്ലാവരും എത്തിക്കൊണ്ടിരിക്കുന്നത്. കണ്ണൻ്റെ ഒരു വലിയ ഭക്തയാണോ? ആണ്. ഭക്താന്ന് പറയാൻ പറ്റൂല. അല്ല, അങ്ങനെയല്ല, ആരാധിക, അങ്ങനെ പറയാം. എന്താണ് ഇത്ര ആരാധന തോന്നാൻ കാരണം? അതിന് കാരണം പറയാനുണ്ടോ? കാരണമൊന്നും അറിയില്ല. കാരണം എനിക്ക് പറയാനറിയില്ല. എത്ര നാളായിട്ട് ഇവിടെ വരുന്നുണ്ട്? ഞാൻ ഒരുപാട് കൊല്ലമായിട്ട് വരാറുണ്ട്. ഇത്രയും നാളും വരുമ്പോഴും എന്തെങ്കിലും മറക്കാനാവാത്ത അനുഭവങ്ങൾ എന്തെങ്കിലും ഉണ്ടോ? ഇല്ല, അങ്ങനെ വരുമ്പോഴൊക്കെ ഓരോ അനുഭവങ്ങളാണ്. അത് പറയാനും പറ്റില്ല, പറയാനറിയില്ല. അങ്ങനെ പ്രത്യേകിച്ചൊരു കാര്യം പറഞ്ഞ് പ്രാർത്ഥിക്കാറില്ല. എത്ര ഉള്ളിലോട്ട് വരുന്നുണ്ട്? ഞാനൊരു 3-4 വർഷം കൊണ്ട് മാസം തോറും വരാറുണ്ട്. മാസം തോറും വന്ന് ഭഗവാനെ തിരുവനന്തപുരത്ത് നിന്നാണ് വരുന്നത്. ഓടി വന്ന് ഭഗവാനെ കണ്ട് ഒരു ദിവസം ഫുള്ളായിട്ട് ഭജന ഇരുന്ന് തൊഴുതിട്ട് പോകാറുണ്ട്. ഭഗവാൻ എന്തോ അങ്ങനെ വരുത്തുന്നുണ്ട്. അതൊരു വലിയൊരു കടാക്ഷം എല്ലാവർക്കും കിട്ടാൻ. ഇപ്രാവശ്യം ആദ്യമായിട്ടാണ് ശ്രീകൃഷ്ണ ജയന്തിക്ക് വരുന്നത്. കണ്ണ് നിറയുന്നുണ്ട്. ഭഗവാൻ അത്രയ്ക്ക് ഭഗവാൻ ഇഷ്ടമാണ്. എന്നെക്കാളും ജീവനാണ് ഭഗവാൻ മാത്രമേ ഉള്ളൂ. എന്തായാലും എൻ്റെ ഒരുപാട് കാര്യങ്ങളിൽ ക്യാഷ് ഇല്ലെങ്കിൽ പോലും ഭഗവാൻ എന്നെ ഇവിടെ വരുത്താറുണ്ട്. അതൊരു വലിയൊരു
കഥയാണ്. അത്രയ്ക്കും ഭഗവാന്റെ അടുത്ത് ഇഷ്ടമാണ്. ഭഗവാന്റെ അനുഗ്രഹം എന്നും ഉണ്ടാവും. ഓക്കെ ഓക്കെ. എന്താണ് മറക്കാനാവാത്ത ഒരു അനുഭവം ഇവിടെ വന്നു കഴിഞ്ഞാൽ? മറക്കാനാവാത്തൊന്നും ഇവിടെ നിന്ന് വിട്ടു പോകാൻ തോന്നൂല. പിന്നെ നമ്മൾ ഒരു രൂപ പോലും ഇല്ലാതെ വന്നാലും ഭഗവാന്റെ മുമ്പ് മനസ്സ് നിറഞ്ഞ് നമുക്ക് ഒരു രൂപയ്ക്ക് പോലും ഒരു ആവശ്യം വരൂല. അത്രയ്ക്കും ഭഗവാൻ എല്ലാം കൊണ്ട് നിറച്ചു തരും. അങ്ങനെ എനിക്ക് അനുഭവങ്ങളുണ്ട്. അതുകൊണ്ട് അത്രയ്ക്കും ഭഗവാൻ ഒരിക്കലും പൈസയ്ക്ക് വേണ്ടിയിരിക്കുന്ന ഒരാളല്ല, നമുക്ക് ഇങ്ങോട്ട് മനസ്സ് നിറഞ്ഞു തരുന്നതാ. പിന്നെ പരീക്ഷണങ്ങൾ ഒരുപാടുണ്ട്, നമ്മൾ പരീക്ഷിച്ചിട്ടേ ഭഗവാൻ തരുള്ളൂ. ആ ഒരു ഉറച്ച വിശ്വാസത്തിലാണ് ഒരു 8-9 വർഷം കൊണ്ട് വന്നുകൊണ്ടിരിക്കുന്ന. ഭഗവാൻ എന്തായാലും കൂടെ ഉണ്ട്. ഇങ്ങനെ ഗുരുവായൂരിലേക്ക് വരുമ്പോൾ വീട്ടിൽ നിന്ന് ആരെങ്കിലും ഒക്കെ എതിർപ്പ് പറയാറുണ്ടോ? ഉണ്ട്. അങ്ങനെ എന്നും ഇപ്പോഴും പറഞ്ഞു, ശ്രീകൃഷ്ണ ഇത്രയും തിരക്കിനിടയിൽ പോകണം. ഞാൻ എന്തായാലും ഭഗവാൻ വിളിച്ചാൽ പോകും. ഞാൻ മെനഞ്ഞാന്ന് ഇറങ്ങിയതാ, മൂകാംബികയെ പോയി തൊഴുതിട്ട് നേരെ ഇന്നലെ രാത്രി 12 മണിക്ക് ഇവിടെ എത്തി. എന്താണ് ഈ ഭഗവാനോട് അത്രയ്ക്ക് ഒരു ആത്മബന്ധമാണോ? ആദ്യമായിട്ട് പറഞ്ഞേ നല്ല അനുഭവം. തൃശ്ശൂർ ആയിട്ട് ആദ്യമായിട്ടാണ് ഗുരുവായൂർ? അല്ല, ഗുരുവായൂർ കുറെ വട്ടം വന്നിട്ടുണ്ട്. ഇന്നത്തെ ദിവസം ആദ്യമായിട്ട് വന്നു. മറക്കാനാവാത്തൊരു അനുഭവം പറയാൻ പറ്റുമോ? മറക്കാനാവാത്തില്ല, എല്ലാ അനുഭവവും നല്ലത് തന്നെയാണ്. ഇവിടെ വന്നല്ല അതും നല്ല അനുഭവം. പോസിറ്റീവ് എനർജിയാണ്. എന്തായാലും അതെ. ചേട്ടൻ ഇവിടെ സ്ഥിരമായിട്ട് വരുന്ന ആളാണോ? സ്ഥിരമായിട്ട് വരുന്ന ആളാണ്. ഭഗവാനുമായിട്ടുള്ള ബന്ധം എങ്ങനെയാണ്? എനിക്കൊരു കയ്യിനൊരു ആക്സിഡന്റ് പറ്റിയത് 84. ആ ആക്സിഡന്റ് പറ്റിയതിന് ശേഷം പിന്നെ ഞാൻ തൃശ്ശൂർ ഹോസ്പിറ്റലിൽ കിടക്കുമ്പോൾ കൈ മുറിക്കണം എന്ന് പറഞ്ഞപ്പോൾ ഞാൻ അവിടുന്ന് ആ ഹോസ്പിറ്റലിൽ നിന്ന് ഇറങ്ങി ഓടി. പിന്നെ തൃശ്ശൂർ വേറെ മെഡിക്കൽ ട്രസ്റ്റ് ഉണ്ടായിരുന്നു, അവിടെ ചെന്നു കൈ മുറിക്കാണ്ട് കഴിച്ചു കൂട്ടാന്ന് പറഞ്ഞു. അതിന് ശേഷം 84 ശേഷം ആ ഹോസ്പിറ്റലിൽ ജീവിതം ഒരു 6 മാസം വരെ ഉണ്ടായിരുന്നു. അതിനുശേഷം വന്നു. പിന്നെ മിക്കവാറും ഇങ്ങനെയൊരു മാസത്തിലൊരു പ്രാവശ്യം, ആദ്യമൊക്കെ കൊറോണയ്ക്ക് മുന്നേ വരെയൊക്കെ മാസത്തിലൊരു പ്രാവശ്യം 1-ാം തീയതി വന്നു. പിന്നെ കൊറോണയ്ക്ക് അമ്പലം അടച്ചപ്പോൾ അതിനുശേഷം നിർത്തിയിട്ട് മാസത്തിലൊരു ദിവസം. അത് ഭഗവാന്റെ അനുഗ്രഹമാണെന്നാണ് വിശ്വാസം. എല്ലാം ഭഗവാന്റെ അനുഗ്രഹമാണ്, എല്ലാം കൃഷ്ണാർപ്പണം. ഭഗവാനില്ലാണ്ട് ഒന്നുമില്ല, ലോകം ഇല്ല എന്നുള്ള പറയാം. ഏറ്റവും വലിയൊരു പല കാര്യങ്ങൾക്കും പല അനുഭവത്തിലും ഭഗവാൻ കൂടെ ഉണ്ട് എന്നുള്ള നല്ല പൂർണ്ണ വിശ്വാസം. ചില വിശ്വാസമൊന്നും അല്ല, 100% അത്രയും നല്ല വിശ്വാസം. എല്ലാവരുടെയും വിശ്വാസമാണ്. ഭഗവാൻ ഓരോ രീതിയിലാണ് ഓരോ മതക്കാരും വിശ്വസിക്കുന്നത്. പക്ഷേ എല്ലാം ശക്തി ഒന്നാണ് എന്നാണ് പറയുന്നത്. പല ദൈവങ്ങൾ കാണും, പക്ഷേ ഈശ്വരൻ ഒന്നേ ഉള്ളൂ. ആ ഈശ്വരൻ പല രൂപത്തിലും പല ഭാവത്തിലും പലരും ആരാധിക്കുന്നു. എന്തായാലും ഇന്നത്തെ ദിവസം അഷ്ടമി രോഹിണി ദിവസം ഈ ഗുരുവായൂരിലേക്ക് എത്തുന്ന ഭക്തർ ഒരുപാട് വിശ്വാസത്തോടെ അവളുടെ ആഗ്രഹങ്ങളൊക്കെ സാധിച്ചു തന്ന ഭഗവാൻ, അവളുടെ ഇഷ്ടങ്ങളൊക്കെ സാധിച്ചു കൊടുത്ത ഭഗവാൻ, അവളുടെ ദുഃഖങ്ങളൊക്കെ മാറ്റി കൊടുത്ത ഭഗവാൻ, അവളുടെ എല്ലാമായ ഭഗവാൻ, കണ്ണീരൊക്കുന്ന ഭഗവാൻ, അങ്ങനെ എണ്ണിയാൽ തീരാത്ത കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ട് അതൊക്കെ മനസ്സിൽ ഓർത്തുകൊണ്ടുമാണ് ഈ ഭക്തരെല്ലാവരും ഒരു നോക്ക് കാണുവാനായി ഇവിടേക്ക് എത്തുന്നത്. ഇനി എത്ര കാത്തു നിന്നാലും എത്ര മണിക്കൂറുകൾ അങ്ങനെ നിന്നാലും ഭഗവാനെ കണ്ടിട്ടേ പോകൂ എന്നാണ് ഈ ഭക്തരെല്ലാവരും പറയുന്നത്. ഗുരുവായൂരിൽ നിന്നും രഞ്ജിത്ത് എസ് പിള്ളയ്ക്കൊപ്പം ആർ പിയൂഷ്, മറുനാടൻ TV.